പതുക്കെ പോമോളെ, പതുക്കെ പറഞ്ഞ കേക്ക്. പേടിക്കണ്ട മോളെ. എങ്ങോട്ടാ മൂന്നാളും കൂടി? ഇവളെ ഒന്ന് ഡാക്ടറെ കാണിക്കാൻ. ഇവള് വലിയ പ്രശ്നക്കാരിയാ. ഞങ്ങള് ചിലപ്പോ മാറ്റിനെ കണ്ടിട്ടേ വരൂ. വരട്ടെ. അതെ, എന്താ? എന്ത് വേണം? വണ്ടിയിലിടുന്ന പൂമാല വാങ്ങിച്ചില്ല. അതിന് ചേച്ചി ഇവിടെ ഇല്ല. അനിയത്തി തന്നാലും കുഴപ്പമില്ല. എന്ത് പൂമാലേ? അതിങ്ങി എടുത്തു തന്നാ ഞാൻ പോയേക്കാം. എനിക്കറിയില്ല മാലമല എവിടെയാണെന്ന്. മോള് ദേഷ്യപ്പെടല്ലേ, എനിക്ക് ഗുഡലൂർക്ക് ഓട്ടമുള്ളതാ. ഈശ്വരന്റെ മുന്നിൽ മാല ചാർത്താതെ എങ്ങനെയാ വണ്ടി എടുക്കണേ? ഒന്ന് എടുത്തതാ മോളെ, അകത്ത് കാണും. ഇതൊരു ശല്യായല്ലോ. ഇനി എനിക്ക് വെട്ടി കീറി ഞാൻ. പോകാൻ പോകാൻ പറഞ്ഞേ. ഇങ്ങനെ ഒരു അന്തമില്ല നോക്കിന്ന പിന്നെ എങ്ങനെ ആരെങ്കിലും വന്നാ അറിയുന്നേ?
രാഗി, എന്താ ചേച്ചി? എന്തിനാ ഇത്? നീ ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നു. എന്റെ ലീവ് തീർന്നില്ലല്ലോ. സാരമില്ല, നീ മടങ്ങിയേ പറ്റൂ. ഓ, ഇന്നലെ പറഞ്ഞ പോലെ ചേച്ചിയുടെ സംശയരോഗം. മതി, ഒരക്ഷരം വേണ്ടി പോകരുത്. പിന്നെന്താ ചേച്ചി ഇതിന്റെ അർത്ഥം? ഒന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. മടങ്ങിപ്പോയേ പറ്റൂ. 9:30 വണ്ടിക്ക് പോയാ ഹോസ്റ്റലിന് മുമ്പിൽ ഇറങ്ങാം. രാഗി, രാഗി, രാഗി. എന്താ രാഗി, ഒരു വാക്ക് പോലും പറയാതെ പോവാണോ? അതെ, ചേച്ചിക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നണേ. ഇനി ഞാനിവിടെ എന്നാ ശരിയാവില്ല. എനിക്ക് പോണം. ഞാനും വരാം. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എവിടെ ചെന്നാലും ഒരു ജോലി കിട്ടാണ്ടിരിക്കില്ല. ചന്ദ്രു എന്തായി പറയണേ? എവിടെ പോവാൻ? അപ്പോ നമ്മൾ ഇനി എങ്ങനെ കാണും? കാണേ? എന്തിന്? എനിക്ക് കാണാണ്ടിരിക്കാൻ വയ്യ. നീ എന്നെ വിട്ടു പോകരുത്. നിങ്ങൾ എന്തായി പറയണേ? കുറച്ചു ദിവസങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോ ഏതൊരു പെണ്ണിനും തോന്നാവുന്ന കാര്യങ്ങള് എനിക്കും തോന്നി. അത്രേ ഉള്ളൂ. നിങ്ങൾ ഞാനും അത് ആസ്വദിച്ചു, സ്വാഭാവികം. പക്ഷേ അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് പറ്റിയ ഒരാളാവാൻ വേണ്ട എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത്? നാട്ടുംപുറവും കുന്നും മരങ്ങളും അല്ലാതെ ഇതിനപ്പുറത്തൊരു ലോകം ചന്ദ്രു കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ നിനക്കാവോ? എന്റെ അവധിക്കാലം തീർക്കാൻ ഒരു സുഹൃത്ത്, അത്രയും ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിച്ചുള്ളൂ. അതിന് മറ്റൊരർത്ഥം കൊടുത്തത് എന്റെ തെറ്റല്ല. നോക്കൂ, ഞാൻ പറഞ്ഞത് ചന്ദ്രുവിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടെ ഉപേക്ഷിക്കണം. ഓക്കെ, ബൈ.